الحمد لله رب العالمين الذي لم يتخذ ولدا ولم يكن له شريك في الملك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അത്തരം ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഇയ്യാക നസ്തഈൻ എന്ന ഭാഗമാണ്. അള്ളാഹുവോട് മാത്രം സഹായം തേടുന്നതിന്റെ പ്രാധാന്യം, അള്ളാഹുവോട് മാത്രമാണ് നമ്മുടെ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ നമ്മൾ സഹായം പ്രതീക്ഷിക്കേണ്ടതും തേടേണ്ടതും. അത് ദുആ ആണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കഴിവെന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടല്ല, മറിച്ച് മാനുഷികമായ ഒരു കഴിവ്, അല്ലേ? ആ കഴിവിനപ്പുറം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ കഴിവിനപ്പുറമുള്ള ഏതൊരു സഹായവും അള്ളാഹുവെ നിന്നോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്ന് അള്ളാഹുവോട് പ്രതിജ്ഞ എടുത്ത ആളുകളാണ്. ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ തന്നെ അള്ളാഹു പറയുന്ന ഒരു വാക്ക് നമ്മളിങ്ങനെ എല്ലാ സമയവും അത് പാരായണം ചെയ്യുമ്പോൾ ഈ ആയത്ത് ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോഴേക്കും അള്ളാഹു പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ്. എൻ്റെ അടിമക്ക് അവൻ എന്ത് ചോദിച്ചാലും അത് അവനുണ്ട്. അപ്പോ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ റെഡിയാണ് എന്ന് റബ്ബ് പറയുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അടുത്ത വാക്കാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. റബ്ബേ ഇഹ്ദിന, ഞങ്ങളെ നീ വഴി ചേർക്കണേ, വഴി നടത്തണേ. സിറാത്തുൽ മുസ്തഖീം, നേരെ ചൊവ്വയുള്ള സിറാത്തിൽ, മാർഗത്തിൽ, പാതയിൽ എന്നാണ്. ഇവിടെ നമ്മൾ ഇഹ്ദിന എന്ന് പറയുമ്പോൾ ഹ ചില ആളുകൾക്ക് ഹ ആയിട്ട് വരൂല, അല്ലെങ്കിൽ ഹാന്റെ ഉച്ചാരണം ശരിയായിട്ട് കിട്ടാന് നമ്മളെ തൊണ്ടയുടെ അല്ലെങ്കിൽ കഴുത്തിന്റെ ഏറ്റവും താഴെ നിന്ന് വരുന്നൊരു അക്ഷരം, തൊണ്ടയുടെ ഏറ്റവും താഴേന്ന് ഹ, നമ്മൾ ഈ കഴുത്തിന്റെ ഇങ്ങനെ ഇവിടെ ഏറ്റവും താഴെ അവസാന ഭാഗം, ഈ ഭാഗത്തുനിന്ന് എന്ന് പറയുന്ന രൂപത്തിൽ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഹ കിട്ടും. അത് ഇഹ്ദിന എന്ന് ഹാഇനെ നമുക്കിങ്ങനെ പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന രൂപത്തിൽ പറയേണ്ട, ഇഹ്ദിന എന്നാണ് ശരിയായ എൻ്റെ രൂപം. ഇനിയിപ്പോ ഒരാൾ ഇഹ്ദിന എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മര്യാദ എന്ന നിലക്ക് ഇഹ്ദിന എന്ന് പറഞ്ഞാൽ മതി. ഇഹ്ദിന എന്നല്ല, ഈ എന്നല്ല അവിടുത്തെ അക്ഷരം, ഈ എന്നല്ല. എന്താണ് ഹംസ ഖത്ഈ അല്ല എന്നൊക്കെ പറയും. അതിന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം നമ്മള് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയരുത്, ഈ എന്ന് പറയരുത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അങ്ങനെയാണ് അതിന്റെ രൂപം.
അതുപോലെ തന്നെ പിന്നെ ഈ ആയത്തിൽ വരുന്ന ഒരു അക്ഷരാണ് ഖാഫ്. പല ആളുകളും ഖാഫ് ശരിക്കും കൂടെ പറയില്ല, ഖ ഖ എന്നൊക്കെയാണ് ചില സഹോദരന്മാർക്ക് ഉച്ചാരണത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഖ ശരിക്കും പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മള് പിന്നെ നമ്മുടെ നാവിന്റെ, ഇതിപ്പം വായാണെങ്കിൽ നാവിന്റെ ഈ ബാക്ക് ഭാഗത്തിൽ ഇവിടെയുള്ള ഭാഗം ഇങ്ങനെ തട്ടിക്കുക, മേലെ തട്ടുക, നമ്മുടെ അണ്ണാക്കിൽ തട്ടുക, വേറെ എവിടെയും തട്ടിക്കരുത്. താഴെ ഭാഗം താഴോട്ട് തന്നെ, മേൽഭാഗം ഇങ്ങനെ പിന്നെ നടു കഴിഞ്ഞ് കുറച്ച്, നാവിന്റെ നടു കഴിഞ്ഞ് കുറച്ച് കൂടി ഉള്ളിട്ടുള്ള ആ ഭാഗം അത് അണ്ണാക്കിൽ തട്ടിക്കുക. അങ്ങനെ തട്ടിച്ച് പറഞ്ഞാൽ എന്താവും? ആ എന്ന് ശരിക്ക് പറയാൻ കഴിയും. ഒന്ന് പറഞ്ഞു നോക്കി. ആ ഖാഫ് ശരിക്ക് പറയാൻ കഴിയും. ആ ഐ ഓ മുസ്തഖീം ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ. നമ്മള് സൂറത്തുൽ കഹ്ഫിലൊക്കെ പോയത് ഖ ഖ ഖീ ഖു. ശരിക്കും അപ്പൊ ക അല്ല, ക അല്ല, ക എല്ലാവർക്കും പറയുന്ന സാധനം കാക്ക എന്നൊക്കെ നമ്മൾ പറയണം. പക്ഷെ ക അത് അറബിയിൽ, മലയാളത്തിൽ ഇല്ലാത്തൊരു അക്ഷരമാണ്. അതുപോലെ തന്നെ അറബി തന്നെ ഉള്ളൂ അത് ഖാഫ്. നമ്മൾ ഖൽബ് എന്ന് പറയും, ഖൽബ് അല്ലേ? ഖിബ്ല, അതുപോലെ തന്നെ ഖിബ്ലതൈൻ, ഖും, ഖിയാം, ഖിയാമുൽ ലൈൽ എന്നൊക്കെ കേട്ടില്ലേ? അപ്പൊ പറയേണ്ട സ്ഥലം ക്ലിയർ ആയിട്ട് ഉണ്ടാവുന്ന വിചാരിക്കും. ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പറയാൻ പറ്റുന്ന പക്ഷേ ഒന്നുമില്ല. നമ്മളെ നാവ് മേലെ അണ്ണാക്കിലും തട്ടിയാൽ മതി. അണ്ണാക്കിന്റെ ആ നാവിന്റെ മധ്യഭാഗം കഴിഞ്ഞ് ഉള്ളോട്ടുള്ള ഭാഗം എന്ത് ചെയ്താൽ മതി? അണ്ണാക്കിലും തട്ടിയാൽ മതി. വളരെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയും. അപ്പോ ഇതാണ് നമ്മൾ അത് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിലുള്ളൊരു പ്രശ്നം. അതുപോലെ തന്നെ സ്വാദും, അതുപോലെ തന്നെ സ്വാദ്, സിറാത്വ എന്നല്ല, സ്വി ആണ്. സ്വ സ അല്ല, സ്വ. സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞ സ്വായി. വളരെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയരുത്, സ്വി 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 സ്വാദ്. അതുപോലെ തന്നെ ത്വ, സിറാത്ത എന്നല്ല, ത്വ ത്വ. ഒരു പെട്ടെന്ന് സ്വിച്ച് ഇട്ട് പറഞ്ഞ മാതിരി പറയണം, ത്വ. അങ്ങനെ ത്വ പറയാ. നമ്മളെ നാവ് ഒന്ന് എന്താ പറയാ, ലേശൊരു ഒരു കുഴിയുള്ള രൂപത്തില് വായ ഒന്ന് സ്വ പറഞ്ഞ മാതിരി തന്നെ ചുണ്ടൊന്ന് പിന്നെ ഇതാക്കിയിട്ട് അടുപ്പിച്ചിട്ട് രണ്ട് ചുണ്ടിന്റെ ഭാഗവും തട്ടുകയും സെൻട്രത്തെ ഭാഗം മാത്രം തുറക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മള് പിന്നെ മേൽഭാഗത്തെ പല്ലിങ്ങനെ വരുന്ന മേൽഭാഗത്തെ പല്ലില്ലേ, ആ പല്ലിന്റെ അവിടെ പല്ല് തുടങ്ങുന്നിടത്ത് അതിന്റെ ലേശം മുകളിലായിട്ട് ഇങ്ങനെ നല്ല ബലം എടുത്തിട്ട് പറഞ്ഞാൽ മതി. വളരെ പറയാൻ പറ്റും. അപ്പോ ഇത്രയേ ഉള്ളൂ അക്ഷരങ്ങൾ ഇതിലുള്ളത്. വളരെ അപ്പൊ ഖാഫ്, സ്വാദ്, ത്വ, ഈ മൂന്ന് അക്ഷരം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞു നോക്കുക. പ്രയാസമൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ രൂപം. അപ്പൊ എങ്ങനെ പാരായണം ചെയ്യേണ്ടത്? ഇഹ്ദിന എന്നാണോ? അല്ല, എന്ന അക്ഷരത്തിൽ അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ത്വല്ല കേട്ടോ, താണ്. മുസ്തഖീം, നമ്മൾ ഓരോ അക്ഷരങ്ങൾ വായിക്കുകയാണെങ്കിൽ എങ്ങനെ പറയും? ഇഹ്ദീന. ഓരോ അക്ഷരങ്ങൾ വായിക്കുകയാണെങ്കിൽ കേട്ടോ, ഇഹ്ദീന സിറാത്ത അൽ മുസ്തഖീം. അപ്പൊ ഞാൻ പറയിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരി, നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. എന്താണ് ഇഹ്ദിന? ഞങ്ങളെ വഴി നടത്തണേ, ഹിദായത്തിലാക്കണേ. അല്ല, ഞങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു തരണം, അങ്ങനെയുള്ള അർത്ഥം പറയാം. ഞങ്ങൾക്ക് ഹിദായത്ത്, നേർമാർഗം കാണിച്ചു തരണം. എവിടേക്ക്? ഇഹ്ദിന, ഞങ്ങളെ വഴി നടത്തണം, ഞങ്ങളെ വഴി ചേർക്കണം.
സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിൽ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്തിൽ. എന്താ സിറാത്ത്? സിറാത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിറാത്ത് പാലം കേട്ടില്ല? സിറാത്ത് പാലം, പരലോകത്ത് പാലുണ്ട്, സിറാത്ത് പാലം എന്നൊരു പാലുണ്ട്. അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, മറിച്ച് അമ്പിയാക്കന്മാർ മുഴുവനും കടന്നുപോയ, അമ്പിയാക്കന്മാരൊക്കെ അവരുടെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സമൂഹത്തെ വഴി നടത്തിയ, സ്വഹാബാക്കിറാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടുപഠിച്ച് സ്വീകരിച്ചാചരിച്ച ജീവിത ചര്യ, സ്വർഗത്തിന്റെ വഴി, ഇസ്ലാം എന്ന കരികുലം, അതാണ് ഈ സിറാത്തുൽ മുസ്തഖീം. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഞാനും എൻ്റെ അടിമയുള്ള കരാറാണ്, ഇനിന്റെ അടിമ എന്ത് ചോദിച്ചാൽ ഞാൻ തരും എന്ന് പറഞ്ഞ സമയം അല്ലേ? സൽ വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്ക് അവൻ എന്ത് ചോദിച്ചോ അതുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അള്ളാഹുടെ ഹൃദ്യമായി ചോദിക്കണം, എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബേ നിന്റെ മുസ്തഖീമായ വഴിയിൽ നീ എന്നെ വഴി ചേർക്കണേ. നേരെ ചൊവ്വയുള്ളൊരു വഴി, അങ്ങനൊരു വഴി ഉണ്ട് എന്നാണ്. എല്ലാവരും പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മുഅ്മിനീങ്ങളാണ്, എൻ്റെ പേര് മുസ്ലിമിന്റെ പേരാണ്, എൻ്റെ വാപ്പയമ്മയും മുസ്ലിമാണ്, ഞാൻ പള്ളിയിലേക്ക് പോകാറുണ്ട്, ജുമാക്ക് പങ്കെടുക്കാറുണ്ട്, മുസ്ലിം ജമാഅത്തിൽ അംഗത്തുള്ളവനാണ്, അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലാകൂല. പേരിൽ മുസ്ലിം ഉണ്ടാവും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്ലിം ഉമ്മത്തിൽ ഒരു സമൂഹത്തിൽ നിങ്ങൾ എണ്ണപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. പക്ഷെ സ്വർഗം കിട്ടാൻ 3 കാര്യം പോരാ. നിങ്ങളൊക്കെ മുസ്ലിമാണെന്ന് പറയുമ്പോൾ കാണുന്ന ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാന്, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ പിന്നിൽ നിന്ന് നമസ്കരിക്കാന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സക്കാത്ത് തരാന്, ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു കൊടുക്കാന്, മുസ്ലിം മക്ബറയിൽ മറമാടാനൊക്കെ 3 കാര്യം ഉണ്ടായാൽ മതി. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 5 നേരത്തെ നമസ്കാരം കൃത്യമായി നബി പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുക. അതുപോലെ തന്നെ മക്കയിലുള്ള കാബയെ ഖിബലയായി അംഗീകരിക്കുക. മുസ്ലിമീങ്ങൾ അറുത്തത് തിന്നുക, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അറുക്കുന്നത് പോലെ അറുത്ത് തിന്നുക, ബിസ്മിക്ക ചൊല്ലി അങ്ങനെ അർത്ഥം. ഈ 3 സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളെ മുസ്ലിം എന്ന് പറയും. അപ്പൊ നിങ്ങളെ കണ്ട സലാം പറയാം. നമ്മുടെ മയ്യത്ത് പള്ളിയിലെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടാം. നമ്മളെ കുട്ടികളെ മറ്റു മുസ്ലിങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കാം, അവരെ കുട്ടികളെ നമുക്ക് കെട്ടാം. അതുപോലെ തന്നെ നമുക്ക് മറ്റു മുസ്ലിമീങ്ങളെ ഭർത്താവായി സ്വീകരിക്കാം, ഭാര്യയായി സ്വീകരിക്കാം. ഇതിനൊക്കെ ഈ 3 കാര്യം മതി. എന്നതിനപ്പുറം സ്വർഗം കിട്ടാൻ ഇത് 3 പോരാ. അപ്പൊ സ്വർഗം കിട്ടാനുള്ള വഴി ഏതാ? അതാണ് സിറാത്തുൽ മുസ്തഖീം. അതാണ് സിറാത്തുൽ മുസ്തഖീം. ഏതാണ് ആ വഴി? ഇന്ന് നമ്മൾ അതാണ് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുഖ്റൂഫിന്റെ 64-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഒരു സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി. എന്താണെന്നറിയോ? ഇന്നല്ലാഹ ഹുവ റബ്ബി വ റബ്ബക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹു ഹുവ റബ്ബി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എൻ്റെ റബ്ബ്. വ റബ്ബുക്കും, അതുപോലെ നിങ്ങളെ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവും നിങ്ങൾ റബ്ബും അവനാണ്. ആര്? അല്ലാഹുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅബ്ദു, അവന് മാത്രം നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം. നമ്മൾ പറഞ്ഞില്ല അല്ലാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാദാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ഇബാദത്ത് നിനക്ക് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതെ, ഫഅബ്ദുഹു, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കിയിരിക്കണം. അങ്ങനെയായാൽ ഹാദാ സിറാത്തും മുസ്തഖീം, ഇതത്രേ മുസ്തഖീമായ സിറാത്ത്. മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ?
ലാ ഇവജ ലഹു, അതിനൊരു വക്രതയുമില്ല. ഒരു വക്രതയില്ലാത്ത നേരായ പാത. സ്വർഗലോകത്തേക്ക് ഇവിടെ കയറിയാൽ അത് എത്ത സ്വർഗത്തിലേക്ക്. നമ്മൾ ആ പാതയിലേക്ക്, ആ മാർഗത്തിലേക്ക് നമ്മളൊന്ന് കയറിയാൽ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പോവുകയാണെങ്കിൽ എത്തിപ്പെടുന്നത് എവിടെ ആയിരിക്കും? സ്വർഗത്തിലേക്കും. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന്. നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വന്നിട്ടുണ്ട്, പദങ്ങളിലൂടെ വന്നിട്ടുണ്ട് ഈ ഹദീസ്. ഒരു ഹദീസിൽ കാണാം, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതൂത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെല്ലാരെയും വിളിച്ചു വരുത്തി. എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെയിരുന്നു. അപ്പോ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊരു നബി അവിടെ നടുവൂരം കൊണ്ടിരുന്നു. അപ്പൊ ഞങ്ങളെ കൂടെ ചുറ്റും ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഇരിക്കുന്നവരെ പിന്നിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ സൗകര്യപ്പെടുത്തി ഇങ്ങനെ എല്ലാവരും നബിനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിന്നു. വളഞ്ഞിങ്ങനെ നിന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര അങ്ങോട്ട് വരച്ചു. ആ വരനെ പറ്റി മറ്റൊരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത ഖത്തൻ മുസ്തഖീമൻ, ഒരു നേരായ ഒരു വരണ്ട് വരച്ചു. നമ്മള് മണ്ണിലോ ഒക്കെ കുട്ടികളുടെ അടുത്ത് ഒരു കമ്പൊക്കെ എടുത്തിട്ട് അല്ലെ നമ്മളിങ്ങനെ വരക്കൂലേ, ഒരു ചോക്കോടൊക്കെ ഒരു പേനോടൊക്കെ ഒരു കുട്ടികൾക്ക് വഴി ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ശരിക്കും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഫക്റ്റീവായ ഒരു ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പെന്നും പെൻസിലൊക്കെ ഉപയോഗിക്കുമല്ലോ. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരുന്നിട്ട് നിലത്ത് ഒരു വര ഇങ്ങനെ വരച്ചു. ആ വരക്ക് ഒരു വളവോ തിരിവോ ഒന്നുമില്ല, നേരെയുള്ള ഒരു വര, വളരെ നല്ല നേരെയുള്ള ഒരു വര, മുസ്തഖീമൻ, നേരെയുള്ള വര, അതാണ് മുസ്തഖീം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സബീലില്ലാഹ്, ഇതാണ് അള്ളാഹുവിന്റെ വഴി, ഇതാണ് സബീൽ, ആ മാർഗം. സുമ്മ ഖത്ത, പിന്നെ നബി വരച്ചു ഖുതൂതൻ അൻ യമീനിഹി, ആ വര അങ്ങ് വരച്ചതിന്റെ വലതു ഭാഗത്തേക്ക് ഒരുപാട് ഖുതൂതൻ, ഒരുപാട് വരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വരച്ചു. വലതു ഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. അപ്പം നേരെ ഒരു വര വരച്ചു. ആ വരക്കുന്നതിന് റസൂലുള്ളാഹി മിണ്ടാതെ നിന്നു, ആരും ശബ്ദിക്കുന്നില്ല, ഒന്നും മിണ്ടണില്ല, ഒരു വര ഇങ്ങനെ വരയ്ക്കുകയാണ്. ആ വര വരച്ചിട്ട് റസൂലുള്ളാഹി പറയണേ, ഇതാണ് അള്ളാഹുവിന്റെ മാർഗം, സ്വർഗത്തിന്റെ മാർഗം. എന്നിട്ട് വലതു ഭാഗത്തേക്ക് കുറെ വരച്ചു, ഇടതു ഭാഗത്തേക്ക് കുറെ, ഒരുപാട് എണ്ണാൻ കഴിയില്ല അത്ര തോനെ വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലു അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്വാൻ യദ്ഉ ഇലൈഹി, ആ പിന്നെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും വരച്ച ആ വരകളെ നോക്കിയിട്ട് അത് ചൂണ്ടിക്കാണിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അലാ കുല്ലി ഹാദിഹി സുബുൽ, ഇതാണ് വഴികൾ. മറ്റത് ഒരു വഴി, സബീലില്ല അല്ലെ, അള്ളാന്റെ വഴി. അടുത്തത് സബീലുള്ള കഴിഞ്ഞിട്ടോ മറ്റൊരുപാട് വരകൾ, ആ വരകൾ ഇത് സുബുലാണ്, ഇത് ഒരുപാട് മാർഗങ്ങളാണ്. ആ മാർഗങ്ങളൊക്കെ എവിടുന്ന പോണറിയങ്ങള്, അതാണ് ആ മാർഗങ്ങളൊക്കെ ഈ വര തുടങ്ങുന്നിടത്തുനിന്നല്ല, മറിച്ച് ആ വരയിൽ നിന്നാണ് പോണത്. ആ വരച്ചൊരു ലൈനില്ലേ, ആ ലൈനിന്റെ തുടക്കത്തുനിന്ന് വലത്തോട്ട് പോകുന്നുണ്ട്, അങ്ങനെ വന്ന് അവസാനം ഈ വര എൻഡ് ആകുന്നിടത്ത് വരെ ഈ വരകളുണ്ട്. തുടങ്ങി ഈ ഒരു മുസ്തഖീമ നേരെ വരച്ച വര തുടങ്ങി ഈ വര അവസാനിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതുവരെ വലത്തോട്ട് ഇടത്തോട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് വഴി, മറ്റതൊക്കെ വഴികളാണ്. ഈ നേരെയുള്ള വഴിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല സ്ഥാനങ്ങളിൽ നിന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടല്ലോ, അതൊക്കെ വ്യത്യസ്തങ്ങളായ വഴികളാണ്. ആ വഴികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ആ വഴികൾ, ഈ നേരായ വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് ആ നേരായ ആ ലൈനിൽ നിന്നും ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന ആ വരകളുടെ തുടക്കത്തിൽ ശൈത്വാൻ കാത്തിരിക്കുന്നു. എന്നിട്ടോ യദ്ഉ ഇലൈഹി, അവൻ ഏതൊരു വരയിൽ ആണോ ഉള്ളത് ആ വരയിൽ കൂടെ പോകാൻ വേണ്ടി ആ ശൈത്വാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നാലോചിച്ച് നോക്കണം. ഇപ്പൊ മുസ്ലിമാണ്, തൗഹീദ് ഉണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലി, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്,
എല്ലാ കർമ്മങ്ങളുണ്ട്. അങ്ങനെ ഇസ്ലാമിലൂടെ നമ്മുടെ ജീവിതത്തിൽ അവസാന ശ്വാസത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇസ്ലാമായി ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ പിശാച് ധാരാളം വഴികളുണ്ടാക്കി. ആ വഴികളിൽ ഓരോ വഴികളിലും പിശാചുകളെ കുടിയിരുത്തി എല്ലാ പിശാചുകളും നമ്മെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഅഖൂദന്ന ലഹും അലാ സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ ചൊവ്വായ പാതയുണ്ടല്ലോ റബ്ബേ, ആ പാതയിൽ നിന്റെ അടിമകൾക്കായി ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. പിശാച് പറയും, അവരെ വഴിപിഴപ്പിക്കാൻ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എന്നാലോചിച്ച് നോക്കൂ. അപ്പോ ഒരു പ്രയാസവും ഇല്ലാതെ ഞാൻ അങ്ങനെ പോണത് എൻ്റെ നല്ല സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വഴിപഴിച്ചിട്ടില്ല എന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി നമ്മളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പിശാച് ആ വഴിയിൽ കാത്തിരിക്കാൻ ഒരു ചെറിയൊരു അവസരം കിട്ടിയാൽ അതവൻ ഉപയോഗിക്കും. ആ അവസരത്തിൽ പലപ്പോഴും നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഒരായത്തോതി, സൂറത്ത് അൻആമിന്റെ 183 ആയത്തോതി. ഏതായത്? ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഊ അസ്സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോതി. ഏതാണ് ആയത്ത്? ഇതാണ് എൻ്റെ നേരായ ചൊവ്വായ പാത. അല്ലാഹ് പറയാൻ, ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്ന മാർഗം. ആ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരണം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഈ എൻ്റെ ഈ മാർഗത്തെ അല്ലാഹ് കാണിച്ചു തന്ന മാർഗം അതേതാ? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ചര്യയാണ്. അതിനെ നിങ്ങൾ പിന്തുടരണം. എന്നിട്ടോ വലാ തത്തബിഉ സുബുല, അതല്ലാത്ത മറ്റൊരുപാട് മാർഗങ്ങളെ ഉണ്ട്, ആ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ആരോടാ പറയണത്? ഖുർആൻ ഓതുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ അള്ളാഹിന്റെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന കയറാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഖുർആനെ പിന്തുടരുന്ന ആളുകളോട് ആ വിശുദ്ധ ഖുർആൻ നൽകിയ ആ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ കലാമാകുന്ന ആ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരുപാട് മാർഗങ്ങൾ കാണും, അവിടേക്ക് ഒന്നും കയറരുത്. അങ്ങനെ കയറിയ എന്താ പ്രശ്നം? ഫതഫറഖ ബികും അൻ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗദർശനത്തെ കുറിച്ച് ഫതഫറഖ ബികും, നിങ്ങളെയും കൂടെ തെറ്റിപ്പോവും. ഫിർഖത്തുണ്ടാവും, കക്ഷികളുണ്ടാവും. അപ്പൊ ഇതിൽ നമുക്കൊരു പാഠം കിട്ടി. കക്ഷികൾ എവിടുന്നാ ഉണ്ടാവുക? നേരായ വഴിയിൽ നിന്നുമാണ് വഴിപിഴച്ചവർ ഉണ്ടായിത്തീരുക. അവിടെയാണ് പ്രശ്നമുള്ളത്. വഴി പിഴച്ചവയിൽ നിന്ന് പിന്നെയും കൂടുതൽ പഴിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം അവർ ആദ്യ നഷ്ടത്തിലാണ്. എന്നാൽ നേർവഴിയിലൂടെ പോകുന്ന ആളുകളിൽ നിന്നും ആരെങ്കിലും വഴിപിഴച്ചു പോവുകയാണെങ്കിൽ അത് ഗൗരവം. കാരണം അതുവരെ അവർക്ക് നന്മയുടെ മാർഗത്തിലായിരുന്നു, അവർ പെട്ടെന്ന് തിന്മയിലേക്ക് മാറുകയാണ്. കാരണം എന്താ? അവിടെ ശൈത്താൻ കാത്തിരിക്കുന്നു, അവനെ റാഞ്ചിയെടുത്തു പോകുന്നു. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യതിചലിച്ചു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ദാലികും വസ്വാക്കും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായി തീരാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാൻ, നിങ്ങളോട് അള്ളാഹു വസിയത്ത് ചെയ്യാണ്, കൂട്ടരെ തെറ്റരുത്. ഒരുപാട് മാർഗങ്ങൾ കാണും, ആ മാർഗങ്ങളെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്തു? വഴിപിഴച്ചു പോകരുത്. നിങ്ങൾ നിലനിൽക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതേതാ? വിശുദ്ധ ഖുർആനാണ്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഖുർആനെ പറ്റി പറഞ്ഞു അല്ലെ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മൾ പിഴച്ചു പോവുകയില്ല എന്നർത്ഥം. സഹോദരങ്ങളെ,
അപ്പോ സിറാത്തുൽ മുസ്തഖീമിൽ എന്നുള്ളത് അങ്ങനത്തെ ഒരു മാർഗമുണ്ട്. അത് അള്ളാഹുവിന്റെ മാർഗമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന മാർഗമാണ്. സ്വഹാബത്ത് ജീവിച്ച മാർഗമാണ്. ആ ഖുർആനിലോ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ സ്വഹാബത്തിന്റെ ജീവിതത്തിലോ ഇല്ലാത്ത ഒരു കാര്യം ആര് കൊണ്ടുവന്നാലും, ഒരഭിപ്രായം ആര് പറഞ്ഞാലും, എന്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞാലും അത് നിങ്ങൾ പിന്തുടരുന്നു എങ്കിൽ നിങ്ങൾ പിന്തുടരുന്നത് വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മാർഗങ്ങളെ പിന്തുടരരുത് എന്ന് അള്ളാഹു പറഞ്ഞ കാര്യത്തെ നാം പിന്തുടരുന്നു. അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിനെ പിന്തുടരുന്നെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും നാം വ്യതിചലിച്ചു മാറുന്നു എന്നർത്ഥം. എവിടെ എത്തിപ്പെടുക? തീർച്ചയാണ് നരകത്തിലായിരിക്കും. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം എവിടെയെന്ന് അന്വേഷിക്കുകയും ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹുവോട് മാർഗദർശനം തേടുകയും സിറാത്തുൽ മുസ്തഖീം കണ്ടെത്തി ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. അവർക്കേ സ്വർഗമുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെ സിറാത്തുൽ മുസ്തഖീം കണ്ടെത്തുക? കാരണം സിറാത്തുൽ മുസ്തഖീമിൽ എത്താത്ത ഒരാൾക്കും ഒരു രക്ഷയില്ല. ആരാ പറഞ്ഞത്? അള്ളയാ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? സിറാത്തുൽ മുസ്തഖീം കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തണം? വീണ്ടും ഓർമ്മിക്കുകയാണ്, അത് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ നാട്ടിലെ മലയാളക്കരയിലുള്ള ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ ഒരുപാടുണ്ടല്ലോ. ഞാനൊരു സംഘടനയെ പറ്റി വലുതാക്കാനോ അതിലങ്ങത്തെടുക്കാനോ നല്ലട്ടോ പറഞ്ഞു, നമ്മളെ പരലോകത്തിന് വേണ്ടിയാ പറഞ്ഞു കേട്ടോ. നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാട്ടോ പറഞ്ഞു. അത് എന്നോട് ചോദിക്കരുതല്ലോ, എന്തേ സിറാത്തുൽ മുസ്തഖീം പറഞ്ഞപ്പോ അത് ആളുകൾക്ക് മനസ്സിലാവണ പോലത്തെ പറഞ്ഞെടുക്കാഞ്ഞ് എന്ന് അള്ളാഹ് ചോദിക്കരുതല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി പറയാണ്, സഹോദരങ്ങളെ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് കക്ഷികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇതെല്ലാം സ്വർഗത്തിലാണോ? അല്ല. സ്വർഗത്തിൽ ഒരേ ഒരു ടീമേ ഉള്ളൂ. അതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ആരാ നബിയെ സ്വർഗത്തില്? ഇവർക്ക് പറഞ്ഞല്ലോ, സതഫ്തരിഖു മിൻ ഉമ്മത്തി 73 ഫിർഖ കുല്ലുഹും ഫിന്നാർ. 73 കക്ഷികളായി എന്റെ ഈ സമൂഹം മാറും, എല്ലാവരും നരകത്തിലാണ്. നബി പറഞ്ഞ് ഈ എന്റെ കക്ഷികൾ എന്ന് പറഞ്ഞാരാ? എന്റെ ഉമ്മത്ത് പറഞ്ഞാരാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ഷഹാദത്ത് കലിമ പഠിച്ചവരാണ്, അത് ചൊല്ലിയവരാണ്. എല്ലാ ബാങ്ക് കേൾക്കുമ്പോഴും നാവിലൂടെ ഉരുവിടുന്നവരാണ് ഈ ഉമ്മത്ത്. ആ ഉമ്മത്ത് 73 ഭാഗമാകുകയും എല്ലാ വിഭാഗവും നരകത്തിലാണ് എന്നും ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി പറഞ്ഞ സത്യം തന്നെയല്ലേ? നബി കളവ് പറയോ? ആൾക്കാരെ പറ്റിക്കാൻ പറയോ? ഇല്ലല്ലോ. ഇല്ലാ വാഹിദ, ഒരു കൂട്ടരൊഴികെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലേ? എല്ലാവരും നരകത്തിലാണ്, ഒരു കൂട്ടരൊഴികെ. അപ്പോ ജിജ്ഞാസകരായ, അറിയാൻ വല്ലാത്ത തൽപരരായ സ്വഹാബ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ അവര്? സ്വഹാബത്ത് ചോദിക്കാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ അവര്? ആരാണ് ആ ഭാഗ്യവാന്മാർ? ആരാണ് രക്ഷപ്പെട്ട ആൾക്കാർ? ഈ ഉമ്മത്ത് മുസ്ലിം പേരുള്ള വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളായി ജനിച്ച, പള്ളിയിൽ പോകുന്ന, അതുപോലെ തന്നെ മുസ്ലിമീകളായി ഇങ്ങനെ നാട്ടിലൂടെ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഉമ്മത്ത് അവര് കാബയെ ഖിബലയായി സ്വീകരിക്കുന്നു, നബിയുടെ നമസ്കാരത്തെ നിർവഹിക്കുന്നു, പ്രവാചകൻ പഠിപ്പിച്ച നമസ്കാരത്തെ ഫോളോ ചെയ്യുന്നു. പക്ഷെ അവരിൽ കക്ഷിത്വമുണ്ട്, വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളുടെ ആളുകളാണ്. സിറാത്തുൽ മുസ്തഖീമിന്റെ ആളല്ല. അപ്പൊ ആരാ റസൂലേ സിറാത്തുൽ മുസ്തഖീം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരാണ് ജമാഅത്തിന്റെ ആളുകൾ. മറ്റൊരു ഹദീസ് കാണാം, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാൻ ഇന്ന് ഏതൊരു നിലപാടിലാണോ ഉള്ളത്, എന്റെ സ്വഹാബത്ത് ഇന്ന് ഏതൊരു നിലപാടിലാണോ ഉള്ളത്, ആ നിലപാടിലൂടെ ജീവിക്കുന്ന ആളുകൾ. ഇനി നമുക്ക് സിറാത്തുൽ മുസ്തഖീം കണ്ടെത്താൻ എളുപ്പമായി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്തിട്ടില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പോകുന്ന രൂപത്തിൽ ഉഹദ് യുദ്ധം വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. അതിനു മുമ്പ് ബദറിൽ മരണപ്പെട്ടു പോയ ഒരു ഷഹീദിനെ പോലും വിളിച്ചില്ല. ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്തില്ല, സഹായം തേടിയില്ല. നബി പോകട്ടെ, ഏതെങ്കിലും സ്വഹാബി തേടിയോ? തന്റെ ഒപ്പം ജീവിച്ച മരിച്ചുപോയ ബദരീങ്ങൾ, അള്ളാഹു പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത ബദരീങ്ങളെ വിളിച്ചോ? ഇല്ല. അള്ളാന്റെ ഖലീൽ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിനെ വിളിച്ചോ ആ പ്രതിസന്ധി ഘട്ടത്തില്? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, ആ ഉമ്മാനെ പറ്റി തോന്നിവാസം പറഞ്ഞില്ലേ ആൾക്കാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളെ, അല്ലെ ഇബ്രാഹിം നബി എന്റെ വല്യുപ്പ വിളിച്ചോ? സഹായം തേടിയോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി നോക്കിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ ബദരീങ്ങളെ എന്ന് പറഞ്ഞോ? എന്നെ രക്ഷിക്കണേ വല്യുപ്പ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ നബിന്റെ മാർഗം ഏതാ? എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവോട് സഹായം തേടി, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. അള്ളാഹ് എന്താ പറഞ്ഞ? ഫസ്തഗാസ ബിഹിം, അള്ളാഹുവോട് അവർ സഹായം തേടിയ സന്ദർഭം. സഹായത്തേട്ടെ, ഏത് സഹായത്തേട്ടം? പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം. അത് അള്ളാഹുവോട് നിർവഹിച്ചു, അള്ളാഹുവോടെ നിർവഹിക്കാവൂ എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമസ്കാരം പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നമസ്കാരം എങ്ങനെയാകണം? നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് തർക്ക, ഇനിയും നമ്മുടെ നിസ്കാരം നമ്മൾ പഠിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ച ഒരാളെ നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കും. ചില ആൾക്കാർ അത് 3 ആക്കി, വേറെ ചില ആൾക്കാരെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്തായാലും 5 നേരം നിസ്കരിക്കുന്നവരാ നമ്മളൊക്കെ. ആ നിസ്കാരം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മാതിരിയാ ഞാൻ നിസ്കരിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതിയതുപോലെയാ നമസ്കാരത്തിൽ ഞാനും ഫാത്തിഹ ഓതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവച്ചതുപോലെയാണ് നമസ്കാരത്തിലെ ഖിയാമിൽ, നൃത്തത്തിൽ ഞാൻ കൈവെക്കുന്നത്, ഞാൻ കൈകെട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്ത് നിർവഹിച്ചതുപോലെയാണ് ഞാൻ അത്തഹിയാത്ത് നിർവഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതുപോലെയാണ് നമസ്കാരത്തിൽ ഞാനും സ്വലാത്ത് ചൊല്ലുന്നത്. ഞാനെന്താ അങ്ങനെ പറയണെന്നറിയോ? പല ആളുകൾക്കും ആ തെറ്റ് സംഭവിച്ചൊരു മേഖലയാണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുമില്ല, നമ്മൾ പഠിക്കണം, അറിവുള്ള ആൾക്കാരോട് ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? എങ്ങനെയാണ് ഉസ്താദെ സ്വലാത്ത് ചെല്ലേണ്ടത്? അങ്ങനെയാണോ? അല്ല. അങ്ങനെ ചൊല്ലിയാൽ നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കിയ ഉസ്താദുമാരെ പണ്ട് പഠിപ്പിച്ച കോലത്തിൽ ഉസ്താദുമാർ പറഞ്ഞുതരും. എങ്ങനെയാണ് ഉസ്താദെ നമസ്കാരത്തിൽ നിയ്യത്ത് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞ ഉസ്താദുമാർ പഠിപ്പിച്ചെന്ന പോലത്തെ പറഞ്ഞുതരും. അതല്ല ചോദ്യം. പിന്നെ എങ്ങനെയാ? എന്താണ് ഉസ്താദെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ വെച്ച നിയ്യത്ത്? കാരണം നിയ്യത്ത് ഉസല്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്വലാത്തുൽ ഫർദ് പറഞ്ഞിട്ട് നിയ്യത്ത് പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഞാൻ നിയ്യത്ത് പറയണത്? പിന്നെ എന്താ ചെയ്യേണ്ടത്? നിയ്യത്ത് കരുതുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് കരുതുകയാണ് ചെയ്തത്. നാവ് കൊണ്ടോ ചുണ്ടുകൾ അനക്കിയോ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ നിസ്കാരം എങ്ങനെയാവണം? റസൂൽ നിസ്കരിച്ചതുപോലെ ആവണമെങ്കിൽ ഒന്നാമത് നിയ്യത്ത് മുതൽ ഞാൻ തുടങ്ങണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ. നബിന്റെ നിസ്കാരം എങ്ങനെയാ, നബി എങ്ങനെയാ, നബി എങ്ങനെയാ, നബി എങ്ങനെയാ പഠിപ്പിച്ച്, ഇത് നബിയിലേക്ക് പോയി നോക്കൂ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലേ? പരലോകത്തെ രക്ഷ പ്രതീക്ഷിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരട്ടെ എന്ന് ലോകത്തിന്റെ സ്രഷ്ടാവ് പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ നമ്മള് ഞാൻ നബി പറഞ്ഞൊന്നും പഠിപ്പിച്ചോന്ന് ഞാൻ നോക്കണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാവോ? ഞാൻ മദ്രസയെ പണ്ട് പഠിപ്പിച്ചത്, ഉസ്താദുമാർ പഠിപ്പിച്ചെന്നത് പോലെയാണ് എന്റെ രീതി. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. മാഖാല റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു അതാണ് എന്റെ രീതി. അപ്പോഴാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാവും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മുസ്ലിം ആകാതെക്കോ? മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ പെടും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ ഒരു വക്ത് പോലും നിസ്കരിക്കാതെ മരണപ്പെട്ടു പോകേണ്ടി വരുന്ന ഹതഭാഗ്യരിൽ നമ്മൾ പെടും. ഗൗരവമാണ് വിഷയം കേട്ടോ, വളരെ ഗൗരവമാണ്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പഠിക്കണം, സ്വഹാബത്തിൽ നിന്നും പഠിക്കണം ഓരോ വിഷയം. പ്രിയപ്പെട്ടവരെ, അതായിരിക്കണം നമ്മുടെ മാർഗം, നമ്മുടെ രീതി. ഇത് നമസ്കാരത്തിന്റെ വിഷയം മാത്രമാണോ? അല്ല.
മറ്റു ജീവിത രീതികളിലേക്ക് നമ്മൾ വന്ന് നോക്കി. ആൾക്കാർ രണ്ട് രൂപത്തിലാണ് ജീവിക്കുക. ഒന്നുകിൽ അവഗണിക്കും, അവഗണിക്കും. എന്താ, അതൊന്നും വലിയ കാര്യമല്ല, അതൊന്നും വലിയ കാര്യമല്ല, അതൊന്നും വലിയ കാര്യമില്ല. സക്കാത്തായാലും സ്വതക്കയായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ട ചിട്ടകളിലൊന്നും അതും വലിയ കാര്യമാക്കണ്ട, അതൊന്നും സാരല്ല എന്ന് പറയും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരെ പ്രത്യേകത എന്താ പറയുക, അവര് ഉള്ളതങ്ങട്ട് ഊതി വീർപ്പിച്ച് റസൂലുള്ള കാണിക്കാത്ത രൂപത്തിൽ നബിനെക്കാളും വലിയ ഭക്തന്മാരായി മാറും. നബിനെക്കാളും വലിയ ഭക്തന്മാർ. എങ്ങനെ? ചില ആൾക്കാർ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരാള് പറഞ്ഞു, ഒരാള് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ആരാന്നും എനിക്കറിയില്ല കേട്ടോ, വ്യക്തമായിട്ടൊന്നും ആളെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോ അത്യാവശ്യം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ നിയമത്തൊക്കെ ലഭിച്ച ഒരാളാ, ക്യാഷൊക്കെ ഉണ്ട്. അയാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് അള്ളാഹു തന്ന നിയമത്തൊക്കെ ഞാൻ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്താൽ തീർക്കണം എന്നൊരാൾ തീരുമാനിച്ചു. ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും വേണ്ട. ഇത് സിറാത്തുൽ മുസ്തഖീം ആണോ? അല്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നിങ്ങൾ ആവുന്നിടത്തോളം സമ്പാദിച്ചോളൂ. കൂട്ടരെ, സമ്പാദ്യം ഉണ്ടെങ്കിലല്ലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സമ്പത്ത് ഉണ്ടെങ്കിലല്ലേ സ്വതക്ക കൊടുക്കാൻ പറ്റുള്ളൂ. പാവപ്പെട്ട് കടം കയറി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ സമ്പത്തുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. നിങ്ങൾക്കറിയോ, ഒരാൾക്ക് കടം കൊടുത്താൽ ആ കടം വിട്ടുവീഴ്ച ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന സ്വർഗത്തിലെ അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന നന്മ എത്ര നിങ്ങൾക്കറിയോ? ഇത് മനസ്സിലിപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ഒരു കഥ ഉണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിപ്പെട്ട പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ കഴിഞ്ഞു. എന്താ വെച്ചാല്, അദ്ദേഹം ആർക്കെങ്കിലും, അത് പിന്നെ അജ്നബിയാണെന്നോ അറബിയാണെന്നൊന്നും ഇല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരാൾക്ക് കടം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കടം കൊടുക്കും. അദ്ദേഹത്തിന്റെ അടുത്തുള്ള കടമായിട്ട് കൊടുക്കും, അവരെ ആവശ്യങ്ങൾ നിർവഹിക്കും. അങ്ങനെ ആ കടം പിന്നെ അദ്ദേഹം ഞാൻ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറയും. ഇത് മനുഷ്യന്മാരാണ്. അപ്പൊ ഒരാൾക്ക് കടം കൊടുക്കാൻ മാത്രം ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാര് സമ്പത്ത് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്കുള്ള തെളിവാണേ. അപ്പൊ ഒരാള് ഞാൻ ഒരു സമ്പാദ്യം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നുമില്ല, എൻ്റെ കുടുംബത്തിന് ഭാര്യയ്ക്ക് വേണ്ടി, ഞാൻ മരിച്ചുപോയി എൻ്റെ സമ്പത്തും അതോടുകൂടെ പോകണം, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അത് ഗുലുവാൻ, ഇസ്ലാമിൽ ഇല്ലാത്തൊരു ചിന്തയാണ്, തീവ്ര നിലപാടാണ്. ഇയ്യാക്കുമുൽ ഗുലൂ, നിങ്ങൾ ഗുലുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പച്ചയായിട്ട് തന്നെ പറയാം. കാരണം എന്താ അറിയോ, ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട്. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, അവരെന്താ ചെയ്യാന്നറിയോ, രാത്രി ഉറങ്ങൂല, രാത്രി കുറച്ചുറങ്ങുള്ളൂ. എന്നിട്ടോ തൻ്റെ ഭാര്യയോട് നിർവഹിക്കേണ്ടത് ഉത്തരവാദിത്വം നിർവഹിക്കൂല, തൻ്റെ സ്വശരീരത്തോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കൂല. ഉറങ്ങണ്ടേ, മനുഷ്യന് ആവശ്യമുള്ളത് ഉറങ്ങുക. അല്ലാഹ് നമ്മളോട് എന്താ പറഞ്ഞത്? രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നവരാണെന്ന് പറഞ്ഞ അതേ അല്ലാഹ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഉറങ്ങണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, ഉറക്കമൊഴിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ലാതാണ്. അപ്പൊ ശരീരത്തോട്, തൻ്റെ കുടുംബത്തോട്, തൻ്റെ മക്കളോട്, തൻ്റെ അയൽക്കാരോട് ഒക്കെ ബാധ്യതകളുണ്ട് നമുക്ക്, തൻ്റെ കൂട്ടുകാരോട്, അതൊക്കെ നിർവഹിക്കണം. അപ്പോഴേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ തെന്നിപ്പോകും. ഇത് ആരാ പറഞ്ഞ? അല്ലാഹ് നമ്മോട് പറയാണ്. എന്താ അറിയോ? വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. വബ്തഗി, നിങ്ങൾ എന്ത് ചെയ്യണം? തേടണം. ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അല്ലാഹ് നിങ്ങൾക്ക് തന്നതിൽ നിന്നും പരലോകത്തെ തേടണം. അല്ലാഹ് നമുക്ക് എന്തൊക്കെ തന്നു? ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, സമ്പത്ത് തന്നു, വീട് തന്നു, വീട്ടിലെ വീട്ടുപകരണങ്ങൾ തന്നു, ഒരുപാട് അല്ലാഹ് തന്നു ഒരുപാട് നിയമത്തുകൾ. ആരോഗ്യം തന്നു, ആയുസ് തന്നു, അറിവ് തന്നു. ഇതൊക്കെ അല്ലാഹ് എന്തൊക്കെ തന്നോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പരലോകത്ത് ഉണ്ടാക്കണം.
അപ്പൊ എങ്ങനെയാ പരലോകത്ത് ഉണ്ടാക്കുക? നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, അയൽപക്കത്ത് ഒരു ആരോഗ്യം ഇല്ലാത്തൊരു ആളുകളാണെങ്കിൽ അവരുടെ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ സഹായിച്ചു കൊടുക്കുക. അയൽപക്കത്തെ ആൾക്കാർ ഭക്ഷണമൊക്കെ ഉണ്ട്, അവർക്ക് നല്ല സമ്പത്തുണ്ട്, പക്ഷെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയില്ല, ടേസ്റ്റില് ഭക്ഷണം പാകം ചെയ്യാൻ അറിയില്ല. എന്നാൽ നമുക്ക് അറിയും ചെയ്യും, നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണത്തെ കുറിച്ച് അവർ നല്ല അഭിപ്രായം, നല്ല ടേസ്റ്റ് ഇവക്ക് അറിയില്ല, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ഉണ്ടാക്കൂല, വൈഫ് അങ്ങനെ ഉണ്ടാക്കൂല ഒക്കെ പറയുമ്പോൾ അന്ന് പറഞ്ഞു കൊടുക്കുക. എന്ത് നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഉള്ള സഹോദരിമാരോട് സഹോദരികളൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടി? പരലോകത്തിന് വേണ്ടി. അപ്പൊ ഞാൻ അത്ര നിസ്സാരമായ കാര്യമൊക്കെ പറഞ്ഞു, വളരെ നിസ്സാരമായി നമ്മൾ കരുതുന്ന കാര്യങ്ങൾ. ഒന്ന് അയൽവക്കത്തെ മുറ്റത്ത് ചമ്മലുണ്ട്, അവിടെ വയസ്സായ ആൾക്കാർ ആ ചമ്മലൊക്കെ ഒന്ന്, ഞങ്ങളുടെ ചമ്മല് പറയാം, എന്താ പറയാ, ഈ കച്ചറകളെ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അടിച്ചു വൃത്തിയാക്കി കൊടുക്കുക. പരലോകത്തെത്തിടുക. ആരോഗ്യം, നമ്മുടെ സമയം, അതുപോലെ തന്നെ സമ്പാദ്യം. വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിൽ നിനക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും നീ മറന്നു കളയണ്ട കേട്ടോ. ഈ സമ്പത്ത് ചെലവഴിക്കുക, ആരോഗ്യം ചെലവഴിക്കുക, പരലോകത്തിന് വേണ്ടി എങ്ങനെ ചെലവഴിക്കുമ്പോഴേ ദുനിയാവിൽ നിനക്ക് ചിലതൊക്കെ ഉണ്ട്, അത് നീ മറന്നു കളയണ്ട. എന്താ? ദുനിയാവ് നമുക്കുള്ളത് തന്നെയാണ്, ആഖിറം മാത്രമല്ല. ദുനിയാവിൽ അള്ളാഹ് ഹലാലാക്കിയതിനെ സ്വീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹ് ഹലാലാക്കിയതിനെ സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് ഉപയോഗിച്ചിട്ടില്ലേ? നബിക്ക് നിന്ന് കിട്ടാവുന്ന വാഹനങ്ങളിൽ നല്ലൊരു വാഹനം നബിക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, ആ പ്രവാചനക്കാളും പാവപ്പെട്ട ആൾക്കാർ അവിടെ അല്ലേ? കട്ടിലില്ലാത്ത വീടില്ലായിരുന്നു അന്ന്. നബിക്ക് കട്ടിലുണ്ടായിരുന്നല്ലോ. തലയണ വെക്കാൻ തലയണല്ലാത്ത സ്ഥലം റസൂലുള്ളാഹിക്ക് തലയണ ഉണ്ടായിരുന്നല്ലോ, നല്ലൊരു പുതപ്പുണ്ടായിരുന്നല്ലോ. നബിക്ക് നല്ല വസ്ത്രം ധരിച്ചിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദുനിയാവിനെ മറക്കണമെന്നല്ല, ദുനിയാവിനെ മറക്കരുത് എന്നാ പറഞ്ഞത്. അല്ലാഹ് നമുക്ക് നൽകിയ നിഅമത്തുകളെ നമുക്ക് അനുഭവിക്കുകയും അതിന് അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്യണം. അത് സിറാത്തുൽ മുസ്തഖീമാണ്. അത് വാഹനത്തിലായാലും ശരി, വീടിലായാലും. പക്ഷേ ആ വാഹനവും വീടും ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും അള്ളാഹനെ മറന്നു കളയരുത്. അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞില്ല എന്നും ധരിക്കരുത്, അഹങ്കാരം ഉണ്ടാവരുത്. നമ്മുടെ നിയമത്തിന്റെ മറ്റുള്ളവർക്കും കൂടി പങ്കാളികളാവണം അതിൽ ഹലാലായ മാർഗത്തിൽ. അതെങ്ങനെയാ? നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, വേറൊരാൾക്ക് പൈസ അല്ല, വളരെ കുറവാണ്, കടം വാങ്ങി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക. നമുക്ക് സ്വതക്കന്റെ കുരുട്ടി അവർക്കും ഖൈറ്. അതുപോലെ തന്നെ നല്ലൊരു വാഹനമുണ്ട്, മറ്റേക്ക് വാഹനമല്ല, അപ്പൊ അവരുടെ ആവശ്യത്തിന് നമ്മൾ ഒഴിവ് സമയം കണ്ടറിഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ വാഹനത്തിൽ നിന്ന് സഹായിച്ചു കൊടുക്കുക, അല്ലേ? അതുപോലെ തന്നെ ഇങ്ങനെ എന്താണോ ദുനിയാവിൽ, അത് നമ്മുടെ ദുനിയാവിനെ മറന്നുകൊണ്ട് ആഖിറത്തേക്ക് പോകണം. ദുനിയാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അമിതമാകാതെ അള്ളാഹുലേക്ക് എന്ത് ചെയ്ത് പരലോകത്തുണ്ടാക്കുക. അപ്പോൾ ഓരോ കാര്യവും ദുനിയാവും ഉണ്ടാകും, പരലോകവും ഉണ്ടാകും. ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് നിങ്ങൾ പരലോകത്തേക്ക് ഖൈറുണ്ടാവും. നിങ്ങൾ ഒരാളെ ദുനിയാവിന് വേണ്ടി സഹായിച്ചു നോക്കുക, ആ സഹായത്തിന്റെ കൂലിയോടെ കിട്ടും. നിങ്ങൾ നല്ലൊരു ആഹാരം കഴിച്ചു, അള്ളാഹ് തന്ന നിയമത്തിൽ നല്ലൊരു ആഹാരം കഴിച്ചു, ആഹാരത്തിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ എന്തുണ്ടാവും? പുണ്യം ഉണ്ടാവും. അൽഹംദുലില്ലാ പറയണം. അള്ളാഹ് തന്ന നിയമം. ഇപ്പൊ ഒരാൾക്ക് നല്ല ക്യാഷ് കൊടുത്തു, അയാൾ ഒന്നും തിന്നലാ. ഖത്താബിന്റെ അടുക്കൂടെ വടിയും കുത്തി ഇങ്ങനെ വരികയാണ് ഒരു യുവാവ്. വടിയെടുത്ത് ആട്ടിയാനെ ഓടാ അവിടുന്ന്. എന്തേ കാര്യം? ഇത് നബി വടിയുത്തി അറിഞ്ഞില്ല. നബി വടിയുത്തിയാണ് നബിക്ക് വയസ്സായ സമയത്താ, നബിക്ക് ആവശ്യമാണ് തോന്നിയപ്പോഴാ. അത് വിനയൊന്നുമല്ല. അപ്പൊ അള്ളാഹ് തന്ന നിഅമത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ആസ്വദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല അന്ന് നബിക്ക് കിട്ടാവുന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു വാഹനം നബി ഉപയോഗിച്ചിട്ടുണ്ട്. നബി വാഹനത്തിൽ യാത്ര ചെയ്തില്ലേ? ഉണ്ട്. അപ്പം നമുക്ക് അള്ളാഹ് തന്ന നിഅമത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ എല്ലാ വിഭവങ്ങളും ആസ്വദിക്കുകയും ഹലാലായ എല്ലാ തലത്തിലും ആസ്വദിക്കുന്നതോടൊപ്പം അതിലൊക്കെ പരലോകത്തെ തേടുകയും ചെയ്യണം. അതെന്താ? ഹറാമുക്കാണ് പോവാതെ നമ്മൾ ദുനിയാവിനെ ഉപയോഗിച്ചാൽ നമുക്ക് പരലോകത്തെ തേടൽ ആയി. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന ആ നിയമത്തുകളെ പോലെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് അവസരം ഉണ്ടായിക്കൊടുത്താൽ പരലോകത്തെ തേടലായി. മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ രൂപത്തിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നേറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സുന്നത്ത് നമസ്കാരത്തില് ഉസ്താദ് പിന്നെ ആദ്യത്തെ അത്തഹിയാത്ത് മാത്രം ഓതിയാ മതിയോ? ഞാൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ
ഫുള്ള് ഓതാറുണ്ട്. അങ്ങനെ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സുന്നത്ത് നമസ്കാരം 2 റക്അത്താണല്ലോ നമ്മൾ നിർവഹിക്കാറുള്ളത്. അപ്പൊ അതില് ആദ്യത്തെ അത്തഹിയ്യാത്ത് തന്നെ തശഹൂദ് മാത്രം ചൊല്ലിയാൽ മതിയോ എന്നാണ്. അതുപോരാ, തശഹുദും സ്വലാത്തും ചൊല്ലൽ നിർബന്ധമാണ്. സലാം വീട്ടുന്ന അത്തഹിയ്യാത്തിൽ തശഹുദും സ്വലാത്തും എല്ലാ നമസ്കാരത്തിലും നിർബന്ധമാണ്. പിന്നെ അതിന് ശേഷമുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ച കാര്യമാണ്. അത് ചൊല്ലൽ സുന്നത്താണ്, ചൊല്ലേണ്ടതാണ്. നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഖബറിനെ തൊട്ട് രക്ഷ തേടലും നരകത്തെ തൊട്ട് രക്ഷ തേടലും ദജ്ജാലിനെ തൊട്ട് രക്ഷ തേടലും നിങ്ങൾ നിങ്ങളുടെ സ്വലാത്ത് പിന്നെ നബിന്റെ പേര് സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം നമസ്കാരത്തിന് ദുബുറു സ്വലാ എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ അത് സുന്നത്ത് നമസ്കാരത്തിലായാലും ഫർദ് നമസ്കാരത്തിലായാലും ചില ആൾക്കാർ അങ്ങനെ വിശ്വാസമുണ്ട്. സുന്നത്ത് നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് മാത്രം ഓതിയാൽ മതി, സുന്നത്ത് നമസ്കാരത്തില് പിന്നെ നമ്മള് പിന്നെ അവസാനത്തെ പ്രാർത്ഥന തശഹുദിലെ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലേണ്ടതില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം സുന്നത്ത് നമസ്കാരത്തില് പിന്നെ പ്രാർത്ഥിച്ചിരുന്നു, അത്തഹിയ്യാത്തുൽ സുജൂദിലൊക്കെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ധാരണ ശരിയല്ല, നമ്മൾ നിർവഹിക്കാവുന്നതാണ്. എന്നാ ഒരാള് സുന്നത്ത് നമസ്കാരത്തില് അത്തഹിയ്യാത്തുൽ സ്വലാത്ത് മാത്രം ചൊല്ലി നമസ്കാരം സ്വഹീഹാണോ? സ്വഹീഹാണ്. പിന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴേ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് പണയം വെക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പലിശ കൊടുക്കുകയല്ലേ നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമുക്ക് ഗോൾഡേ ഉള്ളൂ. അതുകൊണ്ട് വെച്ച് നമ്മൾ പണയം വെക്കും. പക്ഷെ അത് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുകയില്ലേ, അതിനും അതായാലും സിറാത്തുൽ മുസ്തഖീം കിട്ടൂലേ എന്നുള്ള ഒരു ചോദ്യമാണ്. പലിശ സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ മഹല്ല് കമ്മിറ്റികളിലൊക്കെ തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കാര്യമുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു 100, 100, 200 ഒക്കെ ആളുകൾ ഒരു മഹല്ലിൽ ഉണ്ടാവും. ചെറിയ മഹല്ലാണെങ്കിൽ തന്നെ, വലിയ മഹല്ലാണ് 1000, 2000 ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു ദിവസത്തെ ഒരു മാസത്തിലേക്ക് ഒരു അധ്വാനത്തില് ഒരു 1000 ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ ഒരു 100 രൂപ ഓരോരുത്തന്ന് കിട്ടിയാൽ തന്നെ എത്രയായി ആ ഒരു മാസം കൊണ്ട് സമ്പാദ്യം. അതൊരു ബാങ്കായിട്ട്, ഒരു ഇസ്ലാമിക് ബാങ്കായിട്ട് തുടങ്ങുകയും ഇങ്ങനെ പണയ വസ്തുക്കൾ വെച്ചുകൊണ്ട് പലിശ രഹിതമായിട്ട് ആ മഹല്ലുകൾക്ക് ആളുകളെ സഹായിക്കാൻ പറ്റുന്ന വ്യവസ്ഥയിലേക്ക് ആലോചിച്ചാൽ വളരെ ചെറിയ അധ്വാനം കൊണ്ട് വലിയ മാറ്റങ്ങൾ, വലിയൊരു വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ പലിശയുടെ വിഷയത്തിൽ. പാവപ്പെട്ട ആളുകൾ പിന്നെ ബുദ്ധിമുട്ട് പ്രയാസം കൊണ്ടാണ് ഗോൾഡൊക്കെ പണയം വെക്കുന്നത്. അപ്പോൾ അത്തരം ഒരു മാർഗത്തെ കുറിച്ച് നമ്മളെ മഹല്ല് കമ്മിറ്റിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഷെയർ ചെയ്യുക, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനൊരു പരിഹാരം കണ്ടെത്താവുന്നുള്ളൂ. വളരെ 2, 3, 4 മാസം കൊണ്ട് ഒരു വലിയ രൂപത്തിൽ സഹായങ്ങൾ നൽകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മഹല്ലുകൾക്ക് മാറാൻ പറ്റും. ഒരു കാര്യം. രണ്ടാമത്തെ, ഇതിന്റെ മതപരമായ ഹുക്മ്, വിധി എന്താന്ന് ചോദിച്ചാൽ ഹറാമാണെന്നാണ്. ഏതിന്റെ വിധി? ഗോൾഡ് പലിശക്ക് വേണ്ടി പലിശ കൊടുത്ത് നമ്മൾ പണയത്തിൽ വെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആണെങ്കിലും ആ പ്രയാസം ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ജീവൻ പണയപ്പെട്ടു അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്നൊരു സാഹചര്യമാണെങ്കിൽ നമുക്കത് ചെയ്യല്ലാതെ നിർവാഹമല്ല. മരുന്ന് വാങ്ങണം, മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണ്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭക്ഷണം, ആരും നിർവാഹമില്ല. നമുക്കത് വിൽക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. വിൽക്കാൻ പറ്റാത്ത വല്ല സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള സാഹചര്യത്തിലൊക്കെ ഈ രൂപത്തിൽ പിന്നെ ഇടപെടല്ലാതെ, അല്ലാതെ ഒരു നിലക്കും നമ്മൾ ഒരു ബാത്റൂം ഉണ്ടാക്കണം, അതിൽ അടുക്കള ഒന്ന് ശരിയാക്കണം, വീടിന്റെ സിറ്റൗട്ട് ശരിയാക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം, അതല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഒരാളെ കല്യാണം ഉണ്ട്, അപ്പൊ ആ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും പണം കൊടുക്കണം, ഇതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങളെ സ്വർണം പണയം വെക്കരുത് പലിശക്ക്. അത് ഗുരുതരമായൊരു പാപമാണ്, ഹറാമാണ് ആ വിഷയം. പലിശ നമ്മൾ തൊടാൻ പാടില്ല, അതിന്റെ അടുത്തേക്ക് എടുക്കാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ദീനിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റഹ്മാനായ നാഥ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ വന്നു പോകാറുണ്ട്. റബ്ബേ, കാരുണ്യവാനായ ദയാലുവായ നാഥ, ഞങ്ങൾക്ക് നീ അത് പുറത്തു തരണേ നാഥ. അത് ഹറാമിലേക്ക് എത്താതെ ഹലാലൂടെ ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ
إنك أنت التواب الرحيم. اللهم اهدنا إلى صراط مستقيم. اللهم اهدنا إلى صراط مستقيم. اللهم اهدنا إلى صراط مستقيم ولا تزغ قلوبنا ولا تزغ قلوبنا ولا تزغ قلوبنا يا رب العالمين. السلام عليكم ورحمة الله.